ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കർത്ത ദിവസം കൊണ്ട് നൽകിയിരിക്കെ ഇത് വർഷത്തിൻ്റെ ആരംഭ ദിവസം താൻ ഇത് ഒന്നാം ദിവസം താൻ നമുക്ക് ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയിരുന്ന എപ്പിസോഡ് 107 നിന്നാണ് നമ്മൾ വാസിക്കാൻ പോകുന്നത്. എപ്പിസോഡ് 107. അതിൽ നമുക്ക് ഫിലിപ്പിയ ലേഖനം 2:1 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വാസിച്ചിടാം. നമുക്ക് ആണ്ടവർ നമുക്ക് ഈ ഒരു വർഷം നമുക്ക് നൽകിയത് അത് ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ നമുക്ക് ജീവിച്ചിടാൻ തക്കവണ്ണം നമുക്ക് പ്രയോജനപ്പെടണം. അതായത് നമുക്ക് കഴിഞ്ഞ ഒരു വർഷം നമ്മളെ ആണ്ടവർ കാത്താച്ച് ഒരു വർഷം നമുക്ക് യാതൊരു പ്രശ്നവും കൂടാതെ നമുക്ക് രോഗങ്ങൾ പ്രയാസങ്ങളെല്ലാം വന്നെങ്കിലും നമ്മളെ കാത്തു പരിപാലിക്കുന്ന ആണ്ടവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ നമ്മളെ കാത്തു പരിപാലിച്ച് നമുക്ക് വേണ്ടത് എല്ലാമേ നമുക്ക് നൽകി. അവൻ്റെ കൃപയും അവൻ്റെ കരുണയും അവൻ നമുക്ക് നൽകി നമ്മളെ കാത്തു പരിപാലിച്ച് അവൻ്റെ ദയക്കായി നമുക്ക് അവനെ സ്തുതിക്കാം, അവനെ നമുക്ക് നമിക്കാം, അവനെ സ്തോത്രം ചെയ്യാം. ആണ്ടവർ ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം. ഇന്ന് നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വാസിച്ചിടാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. என்ன அப்போஸ்தலனாகிய பவுலோஸ் என்ன சொல்லுதுன்னு നമുക്ക് பார்த்திടാം. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആണ്ടവരായ യേശു ക്രിസ്തുവിൽ എന്തെങ്കിലും നിങ്ങൾക്ക് சொல்லണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രബോധനം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉപദേശം നിങ്ങളുടെ പക്കത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നാ பண்ணണമെന്നാണ് ഇങ്ങനെ சொல்லுന്നത് നമുക്ക് பார்க்கலாம். ഇങ്ങനെ നമ്മൾ എന്നാ ഉണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, അതല്ല നിങ്ങൾ ക്രിസ്തുവിൽ പ്രബോധനമുണ്ട് അല്ലെങ്കിൽ സ്നേഹത്തിൽ ആശ്വാസം கிடைക്കുക എന്നുണ്ടെങ്കിൽ, അത് നേസത്തിൽ ആശ്വാസം கிடைക്കുന്നെങ്കിൽ ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ നല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ നല്ല കൂട്ടായ്മ, അതായത് നമ്മൾ അന്യം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് നമ്മൾ കൂട്ടായ്മ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ, നല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ എന്ന് ഇങ്ങനെ ചൊല്ലിക്കും. ഇപ്പോൾ ഈ 4 കൂട്ടം കാര്യം അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ഇഫ് there be therefore any consolation in Christ, നമുക്ക് കൺസോളേഷൻ എന്ന് சொல்ல പ്രബോധനം, നമുക്ക് എന്തെങ്കിലും നമുക്ക് ആണ്ടവരെ പറ്റി നമുക്ക് ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ ആണ്ടവർ നമുക്ക് ആണ്ടവരുടെ ആത്മാവ് അല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധ ആവിയെ നമുക്ക് തന്നിരിക്കുകയും അതുമൂലം നമുക്ക് ആണ്ടവരുടെ വചനം ചൊല്ലുവാൻ തക്കോണം നമുക്ക് ആണ്ടവർ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഭാരം തന്ന് നമ്മൾ പേശുവാന്നുണ്ടെങ്കിൽ, അതല്ല ഇഫ് എനി കംഫർട്ട്, നിങ്ങൾക്ക് ആശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് തണുപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സുഖമായ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുവാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കംഫർട്ട് ഓഫ് ലവ്, അത് ഏതിൻ്റെ ലവ് ആണ്? അത് സ്നേഹത്തിൻ്റെ ആശ്വാസം എന്ന് ഇങ്ങനെ ചൊല്ലുന്നത്. അതായത് നേസം ഇരുന്നാൽ മാത്രമേ ആശ്വാസം கிடைക്കൂ. என்ன വേണം? സ്നേഹം നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ആശ്വാസം கிடைക്കൂ. അതേപോലെ നമുക്ക് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടെങ്കിൽ നമുക്ക് പ്രബോധനം നമുക്ക് கிடைക്കും. അതേപോലെ ഇഫ് എനി ഫെലോഷിപ്പ് ഓഫ് സ്പിരിറ്റ്, അതായത് നമുക്ക് അന്യോന്യം ആത്മാവിൻ്റെ നല്ല കൂട്ടായ്മ അല്ലെങ്കിൽ ആത്മാവിൻ്റെ നല്ല പൊരുത്തം അല്ലെങ്കിൽ ആത്മാവിൻ്റെ സഹോദരന്മാരായിട്ടുള്ള നേസമുണ്ടെങ്കിൽ, കൂട്ടായ്മയുണ്ടെങ്കിൽ, if any bowels and mercies, നിങ്ങളുടെ വയറിന് അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ നിന്നും നമുക്ക് കരുണയുടെ ഫലങ്ങൾ നമുക്ക് கிடைക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ എന്ന് ചൊല്ലിയിട്ട് ഇതെല്ലാമേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും, അതായത് നമ്മൾ
ഈ 4 കൂട്ടം കാര്യങ്ങൾ ഇങ്ങനെ ചൊല്ലിയാച്ച് ഈ 4 കൂട്ടം കാര്യങ്ങൾ അത് എപ്പടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഏക മനസ്സുള്ളവരായി നിങ്ങൾക്ക്, അതായത് ഒരേ മനസ്സ്, അതായത് നിങ്ങളുടെ കൂട്ടു സഹോദരന്മാരുമായിട്ട് നിങ്ങൾക്ക് ഒരേ നേസത്തിൽ അല്ലെങ്കിൽ ഒരേ ബന്ധത്തിൽ നിങ്ങൾക്ക് എന്നാ ഉണ്ടായിരിക്കണം? നിങ്ങൾക്ക് നേസം ഉണ്ടെങ്കിൽ മാത്രം താൻ ഈ 4 കാര്യവും ചെയ്യാൻ പറ്റും. ഉള്ളവരായി ഏക സ്നേഹം പൂണ്ട്, അതായത് നിങ്ങൾക്ക് ഒരേ സ്നേഹം, ഏക സ്നേഹം, ഒരേ സ്നേഹം എന്ന് சொல்லுதாൽ ആണ്ടോടെ നേസം നമുക്ക് கிடைக்குവാണെങ്കിൽ மட்டுமே അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരുടെ നേസം கிடைക്കണം? ആണ്ടവരുടെ നേസം നമുക്ക് கிடைക്കണം. ആണ്ടവരുടെ നേസം கிடைക്കുക മറ്റുമേ നമുക്ക് പറ്റുകയുള്ളൂ. സ്നേഹം പൂണ്ട് ഏകമത്യപ്പെട്ട ഏകഭാവമുള്ളവരായി, അതായത് നമ്മൾ ഒരുമിച്ച് ഒരേ ആത്മാവിൽ നമുക്ക് അത് രണ്ടുമേ എപ്പടി கிடைக்கும்? അത് രണ്ടുമേ എപ്പടി கிடைக்கும்? ഏക മനസ്സുള്ളവരായി നമ്മൾ നേരത്തെ വായിച്ച് ഏക മനസ്സ് വേണം. ഒരേ മനസ്സിൽ, അതായത് എൻ്റെ വാഞ്ചയും മറ്റ് കൂട്ടുസഹോദരൻ്റെ വാഞ്ചയും ഒന്ന് തന്നെ ആയിരിക്കണം. എന്നാൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി, അതായത് കൂട്ടുസഹോദരൻ്റെ മനസ്സും ഒരുപോലെയായി ഏക സ്നേഹം, ഒരേ സ്നേഹം, അതായത് ആണ്ടവരുടെ സ്നേഹം താൻ നമുക്ക് വേണം. ആണ്ടവരുടെ സ്നേഹത്തിൽ താൻ നമ്മൾ ഉള്ളവരായി പൂണ്ട് ഏകമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി, അത് മാത്രമല്ല നമ്മൾ ഒരുമിച്ച് ഒരേ ഭാവം എന്ന് ചൊല്ലിയാൽ ഇങ്ങനെ ചൊല്ലുന്നത് ഒരേ വിചാരം, നമ്മുടെ അതായത് നമ്മുടെ കൂട്ടു സഹോദരൻ്റെയും നമ്മുടെയും ഭാവം ഒന്നായിരിക്കണം. അതായത് നമുക്ക് വേറെ ഭാവം ഉണ്ടാവാൻ പാടില്ല. അതായത് അവൻ വിചാരിക്കുന്നതിന് നമ്മളും വിചാരിക്കണം, അതായത് നമ്മൾ വിചാരിക്കുന്നതിന് അവൻ വേണം. അതായത് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. അപ്പടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നാ പറ്റും? നമുക്ക് സന്തോഷം கிடைக்கும். അത് ഇങ്ങനെ നമ്മൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്പടി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എനിക്കും സന്തോഷം തരുവാനിടയായിടും. അന്നേരം നമ്മൾ பார்க்கணும். നമ്മൾ ഇங்கே അപ്പോസ്തലനായ പൗലോസ് നമുക്ക് 4 കൂട്ടം കാര്യങ്ങൾ ചൊല്ലിയാച്ച് 4 രീതിയിൽ താൻ നമ്മളത് പാത്താച്ച് നമുക്ക് എന്നാ 4 കാര്യങ്ങൾ എന്നാ നമ്മൾ പാലിച്ച് നമുക്ക് എന്തെങ്കിലുമേ നമുക്ക് പേശാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് ചൊല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ ആണ്ടവരായ യേശു ക്രിസ്തുവിൽ വേണം നമ്മൾ പേശുവാൻ തക്കോണം. നേസം ഉണ്ടെങ്കിൽ ആശ്വാസം നമുക്ക് கிடைக்கும். ആ നേസത്തിൻ്റെ ആശ്വാസം നമുക്ക് തേവപ്പെടും. ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മ, അതായത് നമ്മുടെ ആത്മാവിനുള്ള കൂട്ടായ്മ നമുക്ക് ഉണ്ടെങ്കിൽ, ആർദ്ര മനസ്സലിവും ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ കരുണ തോന്നുക, അല്ലെങ്കിൽ നമുക്ക് അവരോട് നേസത്തോട് നമുക്ക് കാണിച്ചു 4 കാര്യമാണ്. അത് നമ്മൾ എപ്പടി ചെയ്യാൻ പറ്റും? നിങ്ങൾ ഏക മനസ്സുള്ളവരായി, അതായത് ഒരേ മനസ്സുള്ളവരായി തീരുമ്പോൾ ഏക സ്നേഹം ഒരേ ഒരു സ്നേഹം നിങ്ങളിൽ വരുമ്പോൾ സ്നേഹം പൂണ്ട് ഏകമത്യപ്പെട്ട് നിങ്ങൾ ഒരേ ആത്മാവിൽ നിങ്ങൾ ഒരുമിച്ച് ആയിക്കൂടുമ്പോൾ ഏകമത്യപ്പെട്ട് ഏകഭാവമുള്ള ഒരേ ചിന്ത അല്ലെങ്കിൽ ഒരേ ഭാവം നമുക്ക് ഉള്ളവരായി അപ്പടി വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരും. നമ്മൾ ഇംഗ്ലീഷിൽ ഫുൾഫിൽ മൈ ജോയ്. അപ്പോസ്തലൻ നിങ്ങൾ എനിക്ക് സന്തോഷം തരണം. എപ്പടി എനിക്ക് ഫുൾഫിൽ എൻ്റെ സന്തോഷത്തെ വർദ്ധിപ്പിച്ചിരണം എന്ന് சொல்லுക. ദാറ്റ് ഈ ബി ദ ലൈക്ക് മൈൻഡഡ്, ഒരേ മനസ്സുള്ളവരായി. അതാണ് ഒരേ ലൈക്ക് മൈൻഡഡ്, ഒരേ മനസ്സുള്ളവരായി. രണ്ടാമത് ഹാവിങ് ദ സെയിം ലവ്, അതായത് ഈ ഒരേ മനസ്സ് എപ്പടി വരും? ആണ്ടവരായ യേശു ക്രിസ്തു നമ്മളിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരേ മനസ്സുള്ളവരായി തീരാൻ പറ്റും. കാരണം താൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധ ആവി അല്ലെങ്കിൽ ആണ്ടവരുടെ ആവി, അതേ ആവി അവനിലും ഇരിക്കും. അന്നേരം ഒരേ ആവിയിൽ നമ്മൾ എന്നാ വേണം? നമ്മൾ ഒരേ ആവിയിൽ വേണം നമുക്ക്. അന്നേരം അപ്പം നമുക്ക് എന്നാ പണാൻ പറ്റും? നമുക്ക് ഒരേ മനസ്സോട് അത് മറ്റുമല്ല ഹാവിങ് ദ സെയിം ലവ്, അതായത് നമുക്ക് ഒരേ നേസം താൻ നമുക്ക് கிடைക്കണം. ബീയിങ് വൺ അക്കോർഡ്, അതായത് എല്ലാവരുമേ കൂട്ടമായി അല്ലെങ്കിൽ എല്ലാവരുടെയും ചിന്ത ഒരുമിച്ച് ഒരേ രീതിയിൽ ആയിട്ട് ഓഫ് വൺ മൈൻഡ്
നിങ്ങളുടെ എല്ലാ മനസ്സും ഒന്നായിരിക്കണം. അപ്പടിയാണെന്നുണ്ടെങ്കിൽ എന്നാ പറ്റും? നിങ്ങൾ ഈ 4 കാര്യം നിങ്ങൾ പണ്ണുമ്പോൾ എന്നാ പറ്റും? നിങ്ങൾക്ക് സന്തോഷം കിടച്ചിടും. അത് സന്തോഷം നമുക്ക് മറ്റുമല്ല, ആർക്ക് കിടച്ചിടും? അപ്പോസ്തലനായ പൗലോസ് എനിക്കും കിടച്ചിടും. അതായത് നിങ്ങൾക്ക് എനിക്ക് സന്തോഷം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പടി ആയെങ്കിൽ മറ്റും താൻ അത് പറ്റുകയുള്ളൂ എന്നാണ് ചൊല്ലുന്നത്. നമ്മൾ 3-ാം വാക്യത്തിൽ നമ്മൾ എന്നെ വാസിക്കുന്നത്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ നിങ്ങൾ പണ്ണുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കോപം വെച്ചുകൊണ്ട് ചെയ്യാതെ, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിത് ഇപ്പടി ചെയ്യണം എന്ന് അപ്പടിയല്ല. നിങ്ങൾ ഒരു ശാഠ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നത് ഒരു ദുശ്ചിന്തയാൽ അല്ലെങ്കിൽ ഒരു വേറൊരു ചിന്തയിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതായത് നിങ്ങൾ ഒരു ചെയ്യുന്നത് അത് ഒരു വാശിയുടെ മേലിൽ പണ്ണുക, അപ്പടി ചെയ്യാതെ, അല്ലെങ്കിൽ ദുരഭിമാനത്തോടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിമാനം കമ്മിയായി പോയാച്ച എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എൻ്റെ അഭിമാനം കുറഞ്ഞു പോയി, അതായത് ദുഷ്ട അഭിമാനത്തിൽ അല്ല, പിന്നെ എന്നാ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. നമ്മൾ എന്നാ പറയണം? നമ്മൾ ഹമ്പിളായിരുന്നു, നമ്മൾ താഴ്മപ്പെട്ട് നമ്മൾ ഓരോരുത്തരും എന്നാ പറയണം? നമ്മൾ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന്, നമ്മൾ മറ്റുള്ളവനെ നമ്മളെക്കാൾ പെരിയവനെന്ന് നമ്മൾ വിചാരിക്കണം. മറ്റുള്ളവനെ നമ്മൾ പെരിയവനായിട്ട് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യണം. എങ്കിൽ നമ്മൾ വാസിക്കുന്നത് നമ്മൾ പിന്നെയും നമുക്ക് വാസിക്കാം. ചെയ്യാതെ താഴ്മയോടെ എടുത്ത് മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് കൊള്ളി. അതുകൊണ്ട് അപ്പടി നമ്മൾ വിചാരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറ്റും? നമ്മുടെ നേസം നമുക്ക് കിടക്കും, നമുക്ക് സന്തോഷം കിടക്കും. നമുക്ക് സന്തോഷം കിടക്കണമെങ്കിൽ എന്നാ വേണം? നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം. അതായത് അവൻ പെരിവൻ, അവൻ നമ്മളെക്കാട്ടി പെരിവനെന്ന് നമ്മൾ വിചാരിച്ച് നമ്മളെ തന്നെ താഴ്ത്തണം. അതായത് നമ്മൾ ഹമ്പിളായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ താഴ്മയുള്ള, അത് എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് വിവേചിപ്പാൻ എനിക്ക് ഇതില്ല, എനിക്ക് വാക്ക് കിടക്കാതെ. എന്നാൽ ഞാൻ ചൊല്ലുന്നത്, നിങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും? ആണ്ടവരുടെ സന്തോഷം നമുക്ക് കിടക്കും. ഞാൻ ഈ പുതുവർഷത്തിൽ നിങ്ങളോട് ചൊല്ലാൻ എന്നായിരിക്കും, നിങ്ങളുടെ ഏകഭാവമായിരിക്കണം. നിങ്ങൾ ഒരേ മനസ്സുള്ളവരായിരിക്കണം, ഒരേ ആത്മാവുള്ളവരായിരിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് അവർ ശ്രേഷ്ഠനാണ് എണ്ണി അവർക്ക് നമ്മൾ എന്നാ പറയണം? അവരെ നമ്പി, നമ്മൾ അവരോടും നമ്പി, അല്ലെങ്കിൽ അവരോട് നമ്മൾ കൃപ കാണിച്ച, നമ്മുടെ ദയ കാണിച്ച് അവരെ നമ്മൾ നേസിക്കണം. അപ്പോൾ എന്നാ പറ്റും? ആണ്ടവർ നമ്മുടെ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആണ്ടവരുടെ നേസം നമുക്ക് കിടക്കും. അതുകൊണ്ട് നമുക്ക് എങ്കിൽ ഞാൻ നിർത്തിയിടുവാണ്. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് ആണ്ടവർ നമുക്ക് നല്ല സമയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പുതുവർഷത്തിൽ നമുക്ക് ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ ജീവിച്ച് ആണ്ടവരുടെ മഹിമപ്പെടുത്താം. ആണ്ടവരുടെ നാമം എപ്പോഴും മാറട്ടെ. ആമേൻ.